ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ഈ വിധമുള്ള ശ്രീമന്നാരായണീയത്തെ സ്തോത്രകാവ്യത്തെ ശ്രീ ഗുരുവായൂരപ്പൻ്റെയും ഗുരുനാഥനായ പട്ടേരിപ്പാടിൻ്റെയും കാരുണ്യം കൊണ്ട് നാം 150 ദിവസങ്ങളിലായി നാരായണീയ മധുരമായി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ദശകം 15 കപിലോപദേശം, അതിലെ 2ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. ആ ഭാഗം, ആദ്യം ശ്ലോകം, പിന്നീട് അതിൻ്റെ അർത്ഥം, തുടർന്ന് വീണ്ടും ശ്ലോകം, ശ്രീഹരിയ പരിഭാഷ. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യപി ഹൃദപി ദശാക്ഷി പൂരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യത്തെ സൗ പ്രകൃത്യാ കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദി. പ്രകൃതി മഹദഹങ്കാരാ ച മാത്രാ ച ഭൂതാനി അപി ഹൃത് അപി ദശാക്ഷി പഞ്ചവിംശ പുരുഷ ഇതി വിദിത വിഭാഗഃ അസൗ പ്രകൃത്യാ മുച്യത്തെ ഇതി കപിലതനു ത്വം ദേവഹൂത്യൈ ന്യഗാദി. പ്രകൃതി മഹദഹങ്കാരാ ച. മൂലപ്രകൃതി, മഹത്തത്വം, അഹങ്കാരം. മാത്രാച 5 തന്മാത്രകൾ. ഭൂതാനി അപി 5 ഭൂതങ്ങൾ.
ഹൃത് അപി മനസ്സ്, പിന്നെ 10 ഇന്ദ്രിയങ്ങൾ, ദശാക്ഷി. അപ്പോൾ പ്രകൃതി മൂലപ്രകൃതി, മഹത്തത്വം, അഹങ്കാരം 3, 5 തന്മാത്ര 8, 5 ഭൂതങ്ങൾ 13, മനസ്സ് 14, 10 ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും 5 വീതം, അങ്ങനെ 10 ഇന്ദ്രിയങ്ങൾ 24. പഞ്ചവിംശ പുരുഷ ഇതി, 25ാമത്തേതായി പുരുഷൻ. ഈ വിഭാഗത്തിൽ വിദിത വിഭാഗ അസൗ, ഈ തത്വ വിഭാഗത്തെ അറിയുന്ന മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ, ആ പ്രകൃത്യ മുച്യത്തെ, ആ പുരുഷനെ, അയാളെ മായ വിട്ടുമാറുന്നു, അയാളെ മായ ബാധിക്കില്ല എന്ന് ഇതി കപിലതനുത്വം, കപിലതനുവായിരിക്കുന്ന കപിലവാസുദേവനായിരിക്കുന്ന അവിടുന്ന് ഗുരുവായൂരപ്പ ദേവഹൂതിയോട് പറഞ്ഞു. അപ്പൊ സത്വരജസ്തമോ ഗുണങ്ങളുള്ള മൂലപ്രകൃതിയുടെ പരിണാമമാണ് ലോകം മുഴുവൻ. പുരുഷന് പ്രകൃതിയുമായി തീരെ ബന്ധമില്ല. ഇതാണ് സാഖ്യമത സിദ്ധാന്തം. അപ്പൊ അതുകൊണ്ട് പ്രകൃതി തത്വങ്ങൾ 24. പ്രപഞ്ചത്തിന്റെ ആദി കാരണമാണ് മൂലപ്രകൃതി. ത്രിഗുണാത്മികയായ ആ മൂലപ്രകൃതിയെയാണ് നാം മായ എന്നും അവിദ്യ എന്നും പറയുന്നത്. അങ്ങനെയുള്ള ആ പ്രകൃതിയിൽ നിന്ന് മഹത്തത്വം, അതിൽ നിന്ന് അഹങ്കാരം. ഇപ്പൊ ബുദ്ധിയാണ് മഹത്തത്വം എന്ന് പറഞ്ഞ, അതിൽ നിന്ന് അഹങ്കാരം ഉണ്ടാവും. ഇപ്പൊ ഞാൻ എന്ന ഭാവത്തെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. പിന്നെയോ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇത് 5 തന്മാത്രകൾ. ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം, ഇത് 5ഉം പഞ്ചഭൂതങ്ങൾ, മഹാഭൂതങ്ങൾ എന്ന് പറയുന്നു. മനസ്സ് എന്ന് പറയുന്നത് അന്ധകരണത്തെയാണ് മനസ്സ് എന്ന് പറയാം. അതേപോലെ കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഇത് 5ഉം അറിയാനുള്ള ഇന്ദ്രിയങ്ങളാണ്. അതുകൊണ്ട് അതിനെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നു. വാക്ക്, കയ്യ്, കാല്, പായു, ഉപസ്ഥം, മലവിസർജനത്തിന് ഉപയോഗിക്കുന്ന അവയവത്തെയാണ് പായു എന്നും, മൂത്രവിസർജ്യത്തിനുള്ള അവയവത്തെ ഉപസ്ഥം എന്നും പറയുന്നു. ഇത് 5ഉം കർമ്മേന്ദ്രിയങ്ങളാണ്, കർമ്മം ചെയ്യാനുള്ളതാണ്. ഇങ്ങനെ 24 പ്രകൃതി തത്വങ്ങളുണ്ട്. ഇതിനും പുറമെയാണ് പുരുഷൻ എന്ന 25ാമത്തെ തത്വം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ ഇത്തരത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് മനസ്സിലാവും. അങ്ങനെ വന്നാൽ പ്രകൃതി, മായ പുരുഷനെ വിട്ടൊഴിയുന്നു എന്നാണ്. അപ്പോൾ പ്രകൃത്യായ എന്ന് പറയാറുണ്ട്. പ്രകൃതിയിൽ നിന്ന് പുരുഷൻ വിട്ടുമാറുന്നു എന്ന് അർത്ഥം വരുന്നു. അപ്പൊ ജീവൻ തന്നെയാണ് പുരുഷൻ. ജീവസാന്നിധ്യത്തിൽ ദേഹത്തിലുള്ള സകല ഘടകങ്ങളെയും സാഖ്യന്മാര് 24 തത്വങ്ങളായി ചേർത്തു വച്ചിരിക്കുന്നു. ഹിരണ്യഗർഭൻ, പുരുഷൻ, വിരാടസ്വരൂപ ഘടകങ്ങൾ, പ്രകൃതി തത്വങ്ങൾ. ഈ തത്വങ്ങളുടെ ഉൽപ്പത്തിക്രമം 5ാമത്തെ ദശകത്തിൽ നേരത്തെ നമ്മൾ കേട്ടതാണ്. ഭാഗവതം 3യ സ്കന്ധം 26ാമത്തെ അധ്യായത്തിന്റെ സാരം ആണ് ദേവഹൂതിക്ക് ഭഗവാൻ നൽകുന്ന ഉപദേശം ഈ ഒരൊറ്റ ശ്ലോകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ പുരുഷന് പ്രകൃതി ഗുണങ്ങളിൽ ആസക്തിയും സംസാരബന്ധത്തിനും വിരക്തി മോക്ഷത്തിനും കാരണമാണെന്നും, ഭഗവത് ഭക്തി കൊണ്ട് ഈ വൈരാഗ്യം, ഈ വിരക്തി വരികയുള്ളൂ എന്നും പറയുന്നു. ഒരിക്കൽ കൂടി നമുക്ക് ആ ശ്ലോകം ചൊല്ലാം. അതിനുശേഷം അതിൻ്റെ പരിഭാഷ ശ്രീഹരിയും. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യപി ഹൃദപി ദശാക്ഷി പൂരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യത്തെ സൗ പ്രകൃത്യാ കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദി. ശ്രീഹരിയം. നാരായണ 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 രാധാ ഗോവിന്ദ. മൂലപ്രകൃതിയും മഹത്തത്വവും അഹങ്കാരവും
മനസ്സ് തന്മാത്രഭൂതം ഇന്ദ്രിയങ്ങളും മനസ്സിലാക്കുന്നവനെ മായയെന്നും വിട്ടുമാറും ദേവഹൂതിയോടു ചൊല്ലി കപിലമൂർത്തി. നാരായണ 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 കപിലമൂർത്തേ. നാരായണ നാരായണ കപിലമൂർത്തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ.